അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാമ്പയ്ക്ക് ഇതേപോലെ നന്നായി വൃത്തിയായിട്ട് കഴുകി ഇതേപോലെ നുറുക്കിയിടുക. പിന്നെ നമുക്ക് 2 പച്ചമുളക് നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. കത്തിക്ക് കുറച്ച് മൂർച്ച കുറവാണ് കേട്ടോ, അതാണ് അരിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ ചാമ്പയ്ക്ക് ഉണ്ടാവുന്ന ടൈമാണ് ഇപ്പോഴേ, ഇഷ്ടം പോലെ ചാമ്പയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അടുത്ത വീട്ടുകാർക്ക് കൊടുത്തു, പിന്നെ കുറച്ചുണ്ടായിരുന്നത് നമ്മളിത് നുറുക്കിയെടുത്താണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഇഷ്ടംപോലെ ചാമ്പയ്ക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത പിന്നെ ഇത്തിരി ചെറിയ ടൈപ്പ് ചാമ്പയാണ്, അപ്പോൾ ഇത്തിരി മധുരം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ നമ്മളിത് വെറുതെ കുറേ തിന്നും, പിന്നെ കുറേ ഇതേപോലെ അരിഞ്ഞ് വെറുതെ ഫ്രിഡ്ജിൽ വയ്ക്കും, എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇതേപോലെ എടുത്ത് തിന്നും, അങ്ങനെയൊക്കെ പതിവ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അച്ചാറുണ്ടാക്കാം, പല എന്ത് വേണമെങ്കിലും ചെയ്യാം. ചാമ്പയ്ക്ക് കൊണ്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമ്മൾ പരമാവധി അതാത് സീസണിലുണ്ടാവുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കുറേ ഇരുമ്പും പുളി നിൽക്കുന്നുണ്ട്, ഒരു ദിവസം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതിനിപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസും ചേർക്കണില്ല കേട്ടോ. ഈ ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടണുള്ളൂ. പിന്നെ വേറൊന്നും ചെയ്യില്ല. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ നാച്ചുറാലിറ്റി കളയാനൊന്നും ഉദ്ദേശിക്കില്ല കേട്ടോ. ഈ വേനൽക്കാലത്തൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ ഇത് വെറുതെ തിന്നണ ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് എപ്പോഴും ഇത് തന്നെ വെറുതെ തിന്നുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു ഇത് തോന്നില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ചൂട് ശരിക്കും പറയാൻ വെച്ചാൽ ഓരോ കൊല്ലം കൂടുന്തോറും കൂടിയിട്ടില്ല വരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി തണുപ്പുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അവിടെയുള്ള സാധനങ്ങൾ ഇതേപോലെയുള്ളതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ അരിഞ്ഞൊക്കെ ഇതിൽ എടുത്തിടാം. ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് വേണ്ട, അതിൻ്റെ പകുതി എടുക്കാം എന്തായാലും. ഇതൊന്ന് മുറിക്കാം. ചെറുനാരങ്ങ ഇത് നല്ല നീരുള്ള നാരങ്ങയാണേ. ഇത് ചിലപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് ആവശ്യമില്ല, ഇതിൻ്റെ പകുതി തന്നെ മതി. ഇനി കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പ് കുറച്ച് മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാമല്ലോ. ഇത് മതി, ഇത്ര ഇട്ടാൽ മതി. ഉപ്പ് വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി ഇത്ര ഉണ്ട് കേട്ടോ. ഇത് കൂടുക ഇനി ചിലപ്പോൾ എരിവ് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് ഇത്തിരി എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ചെറുനാരങ്ങ ഒന്ന് ഇതിൽ പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ എരിവ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും മുളക് കൂടി ഇട്ടാണ് കൊണ്ടേ എന്തായാലും അവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതിട്ടാ. അപ്പോൾ നമ്മുടെ സാലഡ് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചാമ്പയ്ക്കുള്ളവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. ചിലവരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, എന്നാലും ഞങ്ങളെ രീതിയിലൊന്നും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എരിവുണ്ടോ?
ഉപ്പോ കുഴപ്പമില്ല. നാരങ്ങ നീരിൻ്റെ തിന്നല്ലേ? അപ്പോൾ ശരി. എരിവുണ്ടോ?